അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞങ്ങൾ സിയാറത്തിനെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വീക്കേപ്പടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലവും ഈ ഒരു മക്കാമൊക്കെ ഒരുപാട് ആളുകൾ കണ്ടവരും അതേപോലെ തന്നെ സിയാറത്ത് ചെയ്തവരുമൊക്കെ ആയിരിക്കും. കാരണം ഈ വീക്കേപ്പടി എന്ന് പറയുന്നത് രാമനാട്ടുകര കോട്ടക്കൽ റൂട്ടിൽ ആ ഹൈവേയിലാണ് വീക്കേപ്പടി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഈ വീക്കേപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ മമ്പുറത്തേക്ക് തിരിയുക. അപ്പം മമ്പുറം മക്കാമിലേക്ക് വരാത്തവർ വളരെ കുറവായിരിക്കും. മമ്പുറം മക്കാമിലേക്ക് വരാത്തവരുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീക്കേപ്പടി ഹൈവേയിൽ നിന്ന് വീക്കേപ്പടിയിൽ ഇവിടെ നിന്നാണ് മമ്പുറത്തേക്ക് തിരിയുക. ഈ വീക്കേപ്പടിയിൽ നിന്ന് മമ്പുറം റൂട്ടിൽ കുറച്ച് കയറി കഴിഞ്ഞാൽ വലതുഭാഗത്ത് പള്ളിയും സ്ഥാപനവും അതോടൊപ്പം തന്നെ ഈ റോഡ് സൈഡിൽ റോഡിനോട് ചാരിയായിട്ട് മഹാന്മാരായ ജമലുല്ലൈലി സാദാത്യങ്ങളിൽപ്പെട്ട മഹത്തുക്കൾ മഹാന്മാരായ സയ്യിദന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം ഖബറു ഷരീഫ്, ദർഗാ ഷരീഫ് നമുക്കിവിടെ കാണാൻ കഴിയും. മഹാന്മാരായ സാദാത്യങ്ങൾ ജമലുല്ലൈലി സാദാത്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അവരിൽപ്പെട്ട മഹാന്മാരായ സാദാത്യങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനായ സയ്യിദ് ഹുസൈൻ മുത്തുക്കോയ തെങ്ങളുപ്പാപ്പ, അതേപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചി കോയ തെങ്ങൾ, സയ്യിദ് അലവി, അതുപോലെ തന്നെ സയ്യിദത്ത് മുല്ല ബീവി, സയ്യിദത്ത് ഷരീഫ ബീവി, അതുപോലെ തന്നെ സയ്യിദ് ഹുസൈൻ. ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പേരുകൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മമ്പുറത്തേക്കൊക്കെ പലരും നമ്മൾ പോകാറുണ്ട്. പോകുമ്പോൾ ഈ മക്കാം ഇങ്ങനെ കാണുമെന്നല്ലാതെ ഇവിടെ ഇറങ്ങി സിയാറത്ത് ചെയ്യാനൊന്നും പലരും ശ്രമിക്കാറില്ല. എങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങി സിയാറത്ത് ചെയ്യാമെന്ന് കരുതി ഇവിടെ ഇറങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി ഈ മഹാന്മാരായ സാദാത്യങ്ങളുടെ മദദ് ലഭിക്കാനൊക്കെ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ രാജസയ്യിദായ അള്ളാഹ്, പടച്ചവനെ ഞങ്ങളുടെ ഈ സിയാറത്തുകളെ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളോദിയ ഖുർആനു ഷരീഫിനെ സ്വീകരിക്കണേ അള്ളാഹ്. മിഥല് തവാബിനെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാന്മാരായ സാദാത്യങ്ങളുടെ ഹദറാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അള്ളാഹ്. ഇവിടുത്തെ മദതും സഹായവും കാവലും പൊരുത്തവും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ അള്ളാഹ്. സാധുക്കളായി ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ അള്ളാഹ്. ഞങ്ങളുടെ ഖൽബും മനസ്സും ജീവിതവുമൊക്കെ നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അള്ളാഹ്. എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസുലാക്കി തരണേ അള്ളാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങളൊക്കെയും നീ ഹാസുലാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും ബറക്കത്ത് നൽകണേ അള്ളാഹ്. വാഹനങ്ങളിലും യാത്രകളിലും നീ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്തും സന്തോഷവും റാഹത്തും നൽകണേ അള്ളാഹ്. പടച്ചവനെ ഈ മഹാന്മാരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അള്ളാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അള്ളാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനങ്ങൾ നൽകണേ അള്ളാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അള്ളാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അള്ളാഹ്. പടച്ചവനെ, എന്ത് പ്രയാസത്തിൽ ആരെങ്കിലും അള്ളാഹുവെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെയും നീ വലിയ ശമനം നൽകണേ അള്ളാഹ്. എല്ലാവർക്കും നീ ഖൈറ് ബറക്കത്ത് സന്തോഷവും റാഹത്ത് നൽകണേ അള്ളാഹ്. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഹബീബായ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനും ഹബീബായ തങ്ങളുടെ ജിവാറിൽ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ
ജീവിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.